ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗേറ്റ് 2026 ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. സാധാരണയായിട്ട് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ്, അതേപോലെ നമ്പർ ഓഫ് സിഗ്നൽ ആസ്പെക്റ്റിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് അല്ലെ, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി ഡൂവബിളായി തോന്നാറുണ്ട്. കപ്ലിംഗ് കോൺസ്റ്റൻറ്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ അത്രത്തോളം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് കാണാറില്ല. എന്നാൽ ആക്ച്വലി ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്വേ എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് കോൺസ്റ്റന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി, എസ്പെഷ്യലി NMR സ്പെക്ട്രോസ്കോപ്പിയിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗേറ്റ് 2026 നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഞാൻ അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് പറയും. സിമിലർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സെയിം കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2023 ഡിസംബറിലും 2024 ഡിസംബറിലും നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എല്ലാത്തിലും ഉപയോഗിക്കുന്നത് ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ആ ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ 4 മാർക്ക്, ഗേറ്റിന് ചോദിച്ചത് 2 മാർക്കാണ്, CSERന് ചോദിച്ചിട്ടുണ്ടായിരുന്ന 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിലേക്ക് പോകാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി, എസ്പെഷ്യലി പ്രോട്ടോൺ NMR എന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. കുറച്ച് ഹൈഡ്രജൻസിനെ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് കോളം നോക്കുമ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ആ റൂട്ടിൽ തന്നെയാണ് പോകാറുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പം ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ഈ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഏത് ഹൈഡ്രജൻ്റെതാണ് എന്ന് പറയാനുള്ളൊരു പ്രയാസം നമുക്ക് വരും. ഈവൻ ദോ ഒന്ന് ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ഒന്ന് വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ക്ലോസ്ലി സിമിലർ വാല്യൂ വരുമ്പോൾ ഐഡിയൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്ലിംഗ് കോൺസ്റ്റൻറ്റുകൾ നോക്കുകയാണ്. പക്ഷേ സാധാരണ കുട്ടികളാരും കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഭാഗത്തേക്ക് പോവില്ല. സാധാരണ കെമിക്കൽ ഷിഫ്റ്റും അതുമായി ഇലക്ട്രോൺ വിഡ്രോയിങ് ഡൊണേറ്റിംഗ് പവർ നോക്കിയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇതിനേക്കാളൊക്കെ അക്യുറേറ്റ് ആയിട്ട് ആൻസർ കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് മീൻസ് J വാല്യൂസ്. അപ്പോൾ J വാല്യൂസ് അറിഞ്ഞിരിക്കാം. 2 അഡ്ജസൻറ്റ് ഹൈഡ്രജൻസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ പറയുന്നതാണ് J വാല്യൂ അല്ലേ. അപ്പോൾ ഒരു CH3 CH2 Br ഉണ്ടെങ്കിൽ അഡ്ജസൻറ്റ് ഒരു CH3യും CH2ലെയും ഹൈഡ്രജൻസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രെങ്ത് നോർമലി വരുന്നത് 7 ഹെഡ്സ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അത് സ്ട്രോങ് കപ്ലിംഗ് ആണ്. അത് കാരണം സ്പ്ലിറ്റിംഗ് നമ്മൾ കാണാറുണ്ട്. അതേപോലെ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം, അരോമാറ്റിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇഫ് വി ഹാവ് HA, HB ആൻഡ് HC, സാധാരണയായിട്ട് നമുക്ക് അറിയുന്നതാണ് 2 അഡ്ജസൻറ്റ് അരോമാറ്റിക് റിങ്ങിലെ 2 അഡ്ജസൻറ്റ് ഹൈഡ്രജൻസ് എന്ന് പറഞ്ഞാൽ ഓർത്തോ ഹൈഡ്രജൻസിൻ്റെ കപ്ലിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 7 to 8 ഹെഡ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ CH3 CH2 Br എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ 2 ഗ്രൂപ്പുകൾ, 2 അഡ്ജസൻറ്റ് ഹൈഡ്രജൻസ് എന്ന് പറഞ്ഞാൽ 3 ബോണ്ട് ഡിസ്റ്റൻസിലുള്ള ഹൈഡ്രജൻസ് തമ്മിൽ 3J എന്നൊക്കെ നമ്മൾ പറയും. 3 ബോണ്ട് ഡിസ്റ്റൻസിലുള്ള ഹൈഡ്രജൻസ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, കപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് വരുന്നത് അറൗണ്ട് 7 ഹെഡ്സ് ആണ്. സിമിലർലി അരോമാറ്റിക് റിങ്ങിലും നോക്കിക്കഴിഞ്ഞാൽ അതേപോലെയാണ്. പക്ഷേ അരോമാറ്റിക് റിങ്ങിൽ 4 ബോണ്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാ കപ്ലിംഗ് കൂടെ നമ്മൾ സ്പെക്ട്രയിൽ വിസിബിൾ ആവാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ HAനെ വേണമെങ്കിൽ മെറ്റാ ഗ്രൂപ്പിന് എന്ത് ചെയ്യാം, കപ്ലിംഗ് ചെയ്യാം. സോ ഓർത്തോ കപ്ലിംഗ് വരുന്നത് അറൗണ്ട് 7 to 8 ഹെഡ്സ് ആണെങ്കിൽ മെറ്റ വരുന്നത് അറൗണ്ട് 1 to 3 അല്ലെങ്കിൽ 1 to 2, മാക്സിമം ആണ് 3 ഒക്കെ എന്ന് പറഞ്ഞാൽ 1 to 2 റേഞ്ചിലാണ് സാധാരണ വരാറുള്ളത്. പാരാ കപ്ലിങ്ങും ഫീസിബിൾ ആണ്. നമ്മൾ 600 MHz NMRലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ പാരാ കപ്ലിംഗ് വിസിബിൾ ആവാറുണ്ട്. പക്ഷേ ഫോർ ദ ടൈം ബീയിങ്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ CSIRൻ്റെ പ്രോബ്ലംസ് ഒക്കെ നോക്കുമ്പോൾ, ഗേറ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നോക്കുമ്പോൾ പാരാ കപ്ലിംഗ് കൺസിഡർ ചെയ്യാറില്ല. അപ് ടു 4J അല്ലെങ്കിൽ മെറ്റാ കപ്ലിംഗ് വരെയോ നമുക്ക് ക്വസ്റ്റ്യനിൽ വരാറുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അപ് ടു മെറ്റ വരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്തറിയണം, കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന J വാല്യൂ ആണ് നമ്മൾ എപ്പോഴും പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾ. ഈ ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളൊരു HA കൺസിഡർ ചെയ്യുകയാണെങ്കിൽ HAനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത് ആരുണ്ട്, HB ആൻഡ് HC. കാരണം എന്താ, HB ഒരു ഓർത്തോ ഹൈഡ്രജൻ ആണ് ആൻഡ് HC ഒരു മെറ്റാ ഹൈഡ്രജൻ ആണ്. ഓർത്തോ കാരണം സ്പ്ലിറ്റിംഗ് ഉണ്ടാവും,
മെറ്റ കാരണം സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഓർത്തോയിലുള്ള ആളുടെ നമ്പർ 1 ആണ്, സി എന്ന് പറഞ്ഞാൽ 1 ആണല്ലേ. അപ്പോൾ n+1 റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് എച്ച് ബി കാരണം വി ക്യാൻ ഹാവ് എ ഡബ്ലറ്റ്. അപ്പോൾ എച്ച് എൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എച്ച് ബി കാരണം ഒരു ഡബ്ലറ്റ് ഉണ്ടാകും ആൻഡ് എച്ച് സി കാരണം ഒരു ഡബ്ലറ്റ് ഉണ്ടാകും. അപ്പോൾ സിമിലർ സിറ്റുവേഷൻ പോസിബിൾ ആയിട്ടുള്ള മറ്റൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഡി ആണ്. എച്ച് ഡിയുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ എച്ച് സി കാരണം എന്ന് പറഞ്ഞാൽ ഓർത്തോ കപ്ലിംഗ് കാരണം ഒരു ഡബ്ലറ്റ് ഉണ്ടാകും. എച്ച് ഡിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ സി കാരണം ഒരു ഡബ്ലറ്റ് ഉണ്ടാവും, മെറ്റയിലുള്ള ബി കാരണം ഒരു ഡബ്ലറ്റ് ഉണ്ടാവും, ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ്. ഇനി അതിൻ്റെ ജെ വാല്യൂ ഞാൻ എഴുതുകയാണെങ്കിൽ 1 ഓർത്തോയാണ്. ഓർത്തോക്ക് അപ്രോക്സിമേറ്റ്ലി ഇവിടെ 8 റേഞ്ചിൽ തന്നിട്ടുണ്ട്. അതേപോലെ മെറ്റയ്ക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് 1.4 ആണ്. ഇതേ പോസിബിലിറ്റി തന്നെയാണ് എച്ച് ഡിയുടെ ഞാൻ നോക്കുമ്പോൾ ഐ ക്യാൻ ഹാവ് അറൗണ്ട് ജെ ഈക്വൽ ടു 8 ആൻഡ് 1.4. അപ്പോൾ ഞാനിവിടെ എന്താണ്, എച്ച് എക്കും ഒരു ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ്, എച്ച് ഡിക്കും ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ് എന്നുള്ള ഇത്രയും ഇൻഫർമേഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നിങ്ങൾ നോക്കിയേ, എച്ച് എ ദാറ്റ് മീൻസ് പിക്ക് എന്തായാലും ഡബ്ലറ്റ് വരണം എന്ന് പറഞ്ഞാൽ ഡബ്ലറ്റ് വരുന്നത് ആരാ ഉള്ളത്? ഒന്നെങ്കിൽ 2 ആവാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വരുന്നത്. അങ്ങനെ വരുന്ന 2 പേരേ ഉള്ളൂ, 2 and 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എച്ച് എക്ക് ഒന്നെങ്കിൽ 2 ആവാം അല്ലെങ്കിൽ 4 ആവാം. ഇതോ പോസിബിൾ ആയിട്ടുള്ളൂ. ഇതിൽ 2 ഏത് 4 ഏത് എന്നുള്ളത് നമ്മൾ പിന്നീട് തീരുമാനിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. എച്ച് എ ദാറ്റ് മീൻസ് പിക്ക് 2 ഇത് ഓക്കെയാണ്, ഇത് പറ്റില്ല, ഇത് ഓക്കെയാണ്, ഇതും പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഈ 2 ഓപ്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എച്ച് ഡി ആണ് ഞാൻ നോക്കുന്നത്. എച്ച് ടിയും ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഐദർ 2 or 4 ഇത് മാത്രമേ ആവാൻ പാടുള്ളൂ. 4 ഇവിടെ വരുന്നുണ്ട്, അക്സെപ്റ്റബിൾ. പക്ഷേ ഇതിന് 4 ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 4 വരാൻ പാടുള്ളൂ ഈ കേസിൽ. പക്ഷേ ഇവിടെ 3 വന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ എ റോങ് ആൻസർ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് പറയാം, ഇത്ര പണിയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് രണ്ടും നോക്കിയിട്ട് മാത്രം നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഇത്ര പണി മാത്രമേ ഉള്ളൂ. ഇപ്പം ജെ അറിഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഓർത്തോ കപ്ലിങ്ങും മെറ്റാ കപ്ലിങ്ങും പോസിബിൾ ആണ് എന്ന് അറിഞ്ഞത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 8 എന്ന് പറഞ്ഞാൽ ഇത് ഓർത്തോക്ക് ഇക്വലൻ്റ് ആണ്. ദിസ് ഈസ് ഇക്വലൻ്റ് ടു 1 ഓർത്തോ ഹൈഡ്രജൻ. ദിസ് ഈസ് 7 ഓൾസോ ഇക്വലൻ്റ് ടു ഓർത്തോ ഹൈഡ്രജൻ. 1.4 ഈസ് ഫോർ മെറ്റാ ഹൈഡ്രജൻ. അപ്പോൾ നമ്മളൊരു ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ആ ഹൈഡ്രജനിൽ ഒരു ഓർത്തോ ഉണ്ടായിരിക്കണം, വേറൊരു ഓർത്തോ ഉണ്ടായിരിക്കണം, വേറൊരു മെറ്റ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടിയ കറക്റ്റ് ആൻസർ അത് എ ആണ്. എ പ്രകാരം ഇതെല്ലാം മാച്ചിങ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് വാലിഡേറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, ജസ്റ്റ് കറക്റ്റ് ആണോ എന്നൊന്ന് വാലിഡേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഓപ്ഷൻ എ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ 1 വന്നിരിക്കുന്നത് ആർക്കാണ്? 6-നാണെന്ന് പറയുന്നു. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ആരാണ്? സി ആണ്. സിക്ക് എങ്ങനെ ആ ഒരു ഓപ്ഷൻ വന്നു എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സി ആരാണ്? നമ്മുടെ സി എന്ന് പറഞ്ഞ ഇയാളാണ്. ഇദ്ദേഹത്തിന് എന്ത് വന്നിട്ടുണ്ട്? ഇദ്ദേഹത്തിന് സി അല്ലേ? ഏതാണ്? ഓപ്ഷൻ 1 പ്രകാരം 6 എന്ന് പറഞ്ഞാൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. 1 ഇതാണ്. അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും വാല്യൂസ് വന്നത് നോക്കാം. സിക്കാരുണ്ട്, ഒരു ഓർത്തോ ഉണ്ട്, ഈ സൈഡിലും ഓർത്തോ ഉണ്ട്. അപ്പോൾ 2 ഓർത്തോ വാല്യൂകൾ 8, 7 റേഞ്ച്. അതാണ് നമ്മൾ പറഞ്ഞത് ഓർത്തോ വാല്യൂവിൻ്റെ റേഞ്ച് 7 to 8 റേഞ്ചിലാവാം. അപ്പോൾ 2 ഓർത്തോ കിട്ടി. ഇനി ഒരു മെറ്റയും കൂടെ ഉണ്ടെന്ന് പറയുന്നു. ആരാണ് ആ മെറ്റ? എച്ച് സിക്ക് ഓർത്തോ കഴിഞ്ഞിട്ട് ഒരു മെറ്റാ ഹൈഡ്രജൻ്റെ കപ്ലിംഗ് പോസിബിൾ ആണ്. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അക്സെപ്റ്റബിൾ ആണ്. സിമിലർ കെമിസ്ട്രി അല്ലെങ്കിൽ സിമിലർ കപ്ലിംഗ് ഈസ് അപ്ലിക്കബിൾ ഫോർ എച്ച് ബി ഓൾസോ. എച്ച് ബിക്കും 2 ഓർത്തോ ഉണ്ട്, ഒരു മെറ്റയുണ്ട്. നിങ്ങൾ നോക്കി അതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 2 ഓർത്തോ വാല്യൂ, ഒരു മെറ്റാ വാല്യൂ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വാലിഡ് ആൻസർ കറക്റ്റാണോ എന്ന് കൺഫേം ചെയ്യാൻ. ഇനി അതൊന്നുമില്ലെങ്കിൽ പോലും ഈ 2 ആളുകളുടെ വാല്യൂ കിട്ടി. ഈ ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് മാത്രം നോക്കിയിട്ട് തന്നെ വിത്തിൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിത്തിൻ 10 സെക്കൻഡ് ഓർ 15 സെക്കൻഡ് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഇവിടെ നമ്മളാരും കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ നോക്കിയിട്ട് പോലും ഇല്ല. പക്ഷെ സാധാരണ കുട്ടികൾ എങ്ങനെ ചെയ്യാം? ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ എച്ച് ഓക്കെ OHൻ്റെ അടുത്താണ്, ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, ഷീൽഡിങ് വരാം, വാല്യൂ കുറയാം. അപ്പോൾ അത് ഇതിൽ ഏറ്റവും വാല്യൂ കുറവ് ഏതാണ്? ഓക്കെ 7 ആണോ? എന്നാൽ നൈട്രോ വിഡ്രോയിങ് ആണ്, ഡീഷീൽഡിങ് ആണ്, ഹൈ വാല്യൂ ആയിരിക്കും. അപ്പോൾ എച്ച് ഡിക്ക്
എന്ത് ചെയ്യാൻ ലോവസ്റ്റ് വാല്യൂ വരാം എന്നൊക്കെ എടുത്ത്, പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ കുറേ ക്ലോസ്ലി സിമിലർ വാല്യൂസ് ഒക്കെ വരാം, അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ ഐഡിയൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് കോൺസ്റ്റന്റ് അറിഞ്ഞിരിക്കുക, അത് വെച്ച് പ്രോബ്ലം ചെയ്യുക. അതാണ് ഏറ്റവും ഈസിയസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് സിമിലർ കൺസെപ്റ്റിൽ വരുന്ന 2 ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ. അത് 2023 ഡിസംബറിൽ പാർട്ട് സിയിൽ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതേ സെയിം കൺസെപ്റ്റ് വെച്ചിട്ട് 2024 ഡിസംബറിലും ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ വെച്ചു. രണ്ടും ക്ലെയ്ഡനിലെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഞാൻ കാണിക്കാൻ. ഈ ക്വസ്റ്റ്യൻ 2024 ഡിസംബറിൽ ചോദിച്ചതാണ്. ക്ലെയ്ഡൻ പേജ് നമ്പർ 300 നോക്കിയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. അതേപോലെ തൊട്ട് മുന്നത്തെ വർഷം 2023 ഡിസംബറിൽ 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ, ഒരു വർഷം ചോദിച്ചത് ക്ലെയ്ഡൻ പേജ് നമ്പർ 300 ആണെങ്കിൽ ഒരു വർഷം ചോദിച്ചത് ക്ലെയ്ഡൻ 219. ഒരു പേജിന്റെ അപ്പുറം ഇപ്പുറം കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓരോ വർഷവും 4 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും സെയിം കൺസെപ്റ്റ് ആണ്. കപ്ലിംഗ് കോൺസ്റ്റന്റ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാം ഒരേ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ ആൽക്കീൻസിന്റെ കേസിൽ നിങ്ങളൊരു ആൽക്കീൻ എടുക്കുകയാണെങ്കിൽ, ആൽക്കീനിൽ നമുക്ക് 1 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ, 4ാമത്തെ ഹൈഡ്രജൻ ഞാൻ ഡിഫറെൻ്റ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിലാണ് ഇതെല്ലാം ഡിഫറെൻറ്റ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രജന് പകരം ഞാൻ റാൻഡം ആയിട്ട് ഒരു എക്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഐ ക്യാൻ ഗീവ് ബ്രോമിൻ. അപ്പോൾ ഇതെന്തായി? ഇത് എ ടൈപ്പ് ഹൈഡ്രജനായി, ഇത് ബി ടൈപ്പ് ഹൈഡ്രജനായി, ഇത് സി ടൈപ്പ് ഹൈഡ്രജനായി അല്ലേ. അപ്പോൾ ഇവിടെയും കപ്ലിംഗ് വാല്യൂസ് പഠിച്ചിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഈസിയാണ് അല്ലേ. നമുക്ക് ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ 1 ബോണ്ട് 2 ബോണ്ട് 3 ബോണ്ട് ഡിസ്റ്റൻസിലുള്ള ഹൈഡ്രജൻ ആണ്. ഇവരെ നോക്കുകയാണെങ്കിൽ 3 ബോണ്ടാണ്, ഇവരെ നോക്കുകയാണെങ്കിൽ 2 ബോണ്ടാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻസ് എല്ലാം ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ 2 ബോണ്ട് 3 ബോണ്ട് ഹൈഡ്രജൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ അവർക്ക് തമ്മിൽ കപ്ലിംഗ് ചെയ്യാം. അപ്പോൾ അവർ തമ്മിലുള്ള കപ്ലിങ്ങിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കപ്ലിംഗ് കോൺസ്റ്റന്റ് ജെ വാല്യൂ വെച്ച് പറയാറുണ്ട്. ജെ ഈക്വൽ ടു എന്താണ്? ട്രാൻസ് കപ്ലിംഗ് ആണെങ്കിൽ അറൗണ്ട് 12 to 16 ഹെഡ്സ് ആണ് ജെ ട്രാൻസ്. ഇനി ജെ സിസ് ആണെങ്കിൽ അറൗണ്ട് 8 to 12 or 11 ഹെഡ്സ് നമുക്ക് കൊടുക്കാം അല്ലേ. ഇനി വളരെ അടുത്തുള്ള ഈ ജെമിനൽ കപ്ലിംഗ് ആണെങ്കിൽ അറൗണ്ട് നമുക്ക് വരുന്നത് 2 to 4 ഹെഡ്സ് ആണ്. അപ്പം ഈ വാല്യൂ അറിഞ്ഞിരിക്കും. നേരത്തെ നമ്മൾ ഓർത്തോ കപ്ലിങ്ങിൻ്റെയും മെറ്റാ കപ്ലിങ്ങിൻ്റെയും വാല്യൂ അറിഞ്ഞ പോലെ ആൽക്കീൻസിൻ്റെ കേസിലുള്ളത് വളരെ സിമ്പിളാണ്. 1 12 കൂടുതൽ, 1 12 താഴെ, ഇത് വളരെ കുറവ് 4 താഴെയാണെങ്കിൽ ജെമിനൽ കപ്ലിംഗ്. ആൽക്കീൻസിൽ ഈ 3 പോസിബിലിറ്റിയേ ഉള്ളൂ. ഇത്രേ പഠിക്കാനുള്ളൂ. ഒന്ന് ആൽക്കീൻ്റെ കേസിലും ഒന്ന് അരോമാറ്റിക് റിങ്ങിൻ്റെ കേസിലുള്ള കപ്ലിംഗ് കോൺസ്റ്റന്റ് ഇതേ ഉള്ളൂ. ഓരോ ക്വസ്റ്റ്യനും ഓരോന്ന് പഠിച്ചു വെക്കണം എന്ന് വിചാരിക്കേണ്ട. ഓവറോൾ നമുക്ക് ഈ 2 സെറ്റ് പഠിക്കാനുള്ളൂ. പിന്നെ സാധാരണയുള്ള ഒരു CH3 CH2, നമ്മൾ BSc മുതലേ പഠിക്കുന്ന CH3 CH2 CH2 എന്നുള്ള കോമ്പൗണ്ടിലെ 2 അഡ്ജസൻ്റ് ആളുകൾ തമ്മിൽ കപ്പിൾ ചെയ്യുന്നത് ഒരു 7 റേഞ്ചിലാണെന്ന് പഠിച്ചു വെക്കും. ഇത്ര മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, HA എടുത്തു കഴിഞ്ഞാൽ HAക്ക് ആരുണ്ട്? HAക്ക് ഒരു ട്രാൻസ് ഹൈഡ്രജനും ഉണ്ട്, ഒരു സിസ് ഹൈഡ്രജനും ഉണ്ട്. അപ്പം ഞാൻ HAൻ്റെ വാല്യൂ എഴുതുകയാണെങ്കിൽ HAക്ക് ഫീസിബിൾ ആയിട്ടുള്ളത് ആരാണ്? HAക്ക് ആരുണ്ട്? HAനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രാൻസും ഉണ്ട്, ഒരു സിസ്സും ഉണ്ട്. ഈ വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ട്രാൻസിന് അവരൊരു 13 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 7 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്. ഓവറോൾ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള വാല്യൂ കാണാം. അപ്പോൾ നമ്മൾ ഈ റേഞ്ചുമായിട്ട് അതിനെ മാച്ച് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ് ഈക്വൽ ടു 13 എന്നും സിസ് ഈക്വൽ ടു 7 അല്ലേ. നമ്മളിവിടെ 8 to 11 7 to 11 or 12 വരെ പോവാം. ആ റേഞ്ചിൻ്റെ ഉള്ളിൽ വരാം. അപ്പോൾ നമ്മൾ ഈ വാല്യൂ നോക്കിയിട്ടാണ് ഏകദേശം ഏത് റേഞ്ചിൽ വരുന്നു എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ 7 വരുന്നത് അപ്രോക്സിമേറ്റ്ലി എവിടെ വരാം? അതൊരു സിസിൻ്റെതാകാം. 2 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ്, അത് ജെമിനലാവും അല്ലേ. അപ്പം ജെമിനൽ അത് വരുന്നത്, അല്ലെങ്കിൽ 2J കപ്ലിംഗ് അല്ലേ, അതെവിടെയാണ് വരുന്നത്? 2 ആയിട്ടാണ് ഹെഡ്സ്. എല്ലാത്തിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ കപ്ലിങ്ങിന് തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ HAൻ്റെ എന്താ? HA ഇവിടെ തന്നിട്ടുണ്ട്. HAക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്താണ്? ഒരു ട്രാൻസും ഒരു സിസ്സും. ദാറ്റ് മീൻസ് ഇക്വലൻറ്റ് ടു ട്രാൻസിന് ഇക്വലൻറ്റ് ടു 13 എടുക്കണം. സോ ഇറ്റ് ഷുഡ് ബി 13
കോമ പിന്നെ ആരുണ്ട് എച്ച് എക്ക് ഒരു സിസ് ഉണ്ട്. സിസിൻ്റെ വാല്യൂ എത്ര 7 ആയിരിക്കണം അല്ലേ. ഇപ്പോൾ 2 ടൈപ്പാണ്, ട്രാൻസ് കാരണവും കപ്ലിംഗ് ആവാം, സിസ് കാരണവും. അപ്പം ഒരു ഡബ്ലറ്റ് ഉണ്ടാവാം, അടുത്ത ഡബ്ലറ്റ് ഉണ്ടാവാം. അപ്പം ഈ 13.7 എന്ന് പറയുന്ന വാല്യൂ ആണ് ഒരു പോസിബിലിറ്റി. ഇനി ഞാൻ തന്നിരിക്കുന്ന എച്ച് ബിനെ നോക്കുകയാണ്. സോ എച്ച് ബി വിൽ ബി ലൈക്ക്, എച്ച് ബി എടുത്താൽ അതിനൊരു സിസ്സും ഉണ്ട്, ഒരു ജെമിനലും ഉണ്ട്. എപ്പോഴും ഹയസ്റ്റ് വാല്യൂ ഉള്ളത് ആദ്യം എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ്. അപ്പം എനിക്ക് സിസിൻ്റെ വാല്യൂ നമ്മൾ എടുത്തത് 7 ആണ്. അപ്പോൾ 7 കോമ ജെമിനലിൻ്റെത് 2 ആണ്, 2 ഹെഡ്സ് എന്ന് പറഞ്ഞു. ഇനി എനിക്കൊന്നും കൂടെ ബാക്കിയുള്ളൂ. ഇത്രയൊന്നും ചെയ്യാതെ തന്നെ നേരിട്ട് ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തിയറിയും കൂടെ അതിൻ്റെ കൂടെ കിട്ടിയാൽ നല്ലത് എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഞാൻ ഇനി സിയും കൂടെയാണ് എനിക്ക് ബാക്കിയുള്ളത്. സോ ഇഫ് ഐ കൺസിഡർ എച്ച് സി കാരുണ്ട് ഒരു ട്രാൻസ് ആൻഡ് എ ജെമിനൽ. അപ്പോൾ ട്രാൻസ് എത്രയാണ്? അപ്പം ഞാൻ 13 എടുത്തു. പിന്നെ ഒരു എച്ച് സിക്ക് ഒരു എച്ച് ബി കാരനുള്ള ജെമിനൽ അല്ലേ 2 അല്ലേ, ഇത്രയാണ്. അപ്പോൾ അത് കാരണം 2 ഹൈബ്രിഡ് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ്. അപ്പോൾ ഈ വാല്യൂ മാച്ച് ചെയ്യുന്ന ആളങ്ങ് ചൂസ് ചെയ്താൽ മതി, കുറേ ആലോചിക്കാനൊന്നും ഇല്ല. ആദ്യം തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇതിലേതാണ് ഫിറ്റ് ആകുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ 13.7 എന്ന് പറയുന്ന കോമ്പിനേഷൻ ആർക്ക് വരണം? എച്ച് എക്ക് വരണം. അപ്പോൾ എച്ച് എക്ക് വരുന്നത് ആരായിരിക്കണം? 13.7. ഓക്കെ, 13.7 എച്ച് ഡയറക്റ്റ്ലി മാച്ചിങ് ആണ്. ഇനി എനിക്ക് വേണ്ടത് എച്ച് ബിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ 7-2 എന്നുള്ളത് മാച്ച് ആണ്. ഓക്കെ, എച്ച് ബിക്ക് എന്നുള്ളത് 7-2 തന്നെയാണ്. സോ ഇത് ഡയറക്റ്റ്ലി മാച്ച് ആവാം. ഇനി ആരുണ്ട്? എച്ച് സി ഉണ്ട്. എച്ച് സിക്ക് 13.2 വേണം. അപ്പോൾ എച്ച് സിക്ക് 13.2 തന്നെ എനിക്ക് എടുക്കാം. ഓൾറെഡി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഡയറക്റ്റ്ലി മാച്ചിങ് ആണ്. 1ഉം 2ഉം 3ഉം തന്നിരിക്കുന്നത് തന്നെ സെയിം ഓർഡറിലാണ്. ഇനി അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഈവൻ നമ്മൾ വാല്യൂസ് നോക്കണ്ട. ഇപ്പോൾ ഈ 3 ഓപ്ഷനും മാച്ചിങ് ആവുന്നത് എത്ര ഉണ്ട് നോക്കാം. A1 ആയിരിക്കണം. A1 B2 അല്ല, സോ ഇറ്റ്സ് റോങ്. A1 B2 C3, സോ ദിസ് ഈസ് കറക്റ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ വേറെ ഉണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. A1 B2 ഇതില്ല. ഓക്കെ, ഇനിയോ 2 1 3, അപ്പോൾ ഇതുമല്ല. അപ്പോൾ നമുക്ക് ആകെ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? കറക്റ്റായിട്ട് വരുന്നത് ഇത് മാത്രമാണ്. സോറി, ഇത് മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഏതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്? കപ്ലിംഗ്. ഞാൻ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസിനെ കുറിച്ച് ഡിസ്കഷനിൽ പോലും വന്നിട്ടില്ല. അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം കെമിക്കൽ ഷിഫ്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള കപ്ലിംഗ് കോൺസ്റ്റന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ നോക്കേണ്ട ആവശ്യമുള്ളൂ. സിമ്പിൾ സ്ട്രക്ചർ ആണെങ്കിൽ കെമിക്കൽ ഷിഫ്റ്റ് നോക്കണ്ട എന്നുള്ളതല്ല. പക്ഷെ അതിനേക്കാളും നമ്മൾ CSIR പോലെയുള്ള മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട സമയങ്ങളിൽ നമുക്ക് കപ്ലിംഗ് കോൺസ്റ്റന്റ് വെച്ച് തന്നെ ആൻസറിലെത്താം. ഫൈനലി കിട്ടിയത് മാച്ചിങ് ആണോ എന്ന് കെമിക്കൽ ഷിഫ്റ്റും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, സോ കപ്ലിംഗ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്ലിംഗ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വാല്യൂസ് അറ്റ്ലീസ്റ്റ് ഈ റേഞ്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പഠിച്ചൊരു കുട്ടിക്ക് വേണമെങ്കിൽ സെയിം ഞാൻ പറഞ്ഞു, ഇത് 2024 ഡിസംബറിന് 4 മാർക്ക് ക്വസ്റ്റ്യൻ, ക്ലൈഡൻ പേജ് നമ്പർ 300 നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. സെയിം ക്വസ്റ്റ്യൻ ഓർ സിമിലർ, ഒരു ഭാഗത്ത് OET ഗ്രൂപ്പാണ്, അതേ സ്ഥാനത്ത് ഒരു ഭാഗത്ത് CO എസ്റ്റർ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഇത് പേജ് നമ്പർ 299 നിങ്ങൾക്ക് ക്ലിയറിൽ കാണാം. ഒരു അടുത്തടുത്ത പേജുകളിലായിട്ട് ഓരോ അടുത്തടുത്ത വർഷങ്ങളിൽ അവർ ചോദിച്ചതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2023 ഡിസംബറിൽ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ച അതേ കൺസെപ്റ്റ് നിങ്ങൾ ഇവിടെയും അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാല്യൂസ് നോക്കുക. J16. അപ്പോൾ ഇവിടെ ട്രാൻസിന് അവർ 16 ആണ് എടുത്തത് അല്ലേ. അപ്പോൾ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് ആണ്. പിന്നെ ഒരു 10 കാണുന്നുണ്ട്. സോ 10 മീൻസ് ഇറ്റ് ഈസ് കമ്മിങ് അറൗണ്ട് 6. പിന്നെ നമുക്കൊരു 4 കാണുന്നുണ്ട്. സോ 4 ഈക്വൽ ടു ജെമിനൽ. അപ്പോൾ ഈ കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ABC ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് HAക്ക് എങ്ങനെ വരണം? HAക്ക് എനിക്ക് വരേണ്ടത് എന്താണ്? എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. HA ഞാൻ എടുക്കുകയാണെങ്കിൽ ഒരു സിസ് വരുന്നുണ്ട്, ഒരു ജെമിനൽ വരുന്നുണ്ട്. അപ്പോൾ വാല്യൂ സിസിൻ്റെയും ജെമിനലിൻ്റെയും 10ഉം അതേപോലെ 4ഉം ആണ് വരേണ്ടത്. 2 ഹൈഡ്രജൻ ആയതുകൊണ്ട് അപ്പോൾ ഇയാൾ കാരണം ഒരു ഡബിളറ്റ്, ഇയാൾ കാരണം ഡബിളറ്റ്. കാരണം ഞാൻ N+1 റൂളാണ്, N 1 ആണ്. അപ്പോൾ ഇത് കാരണം ഇത് ഡബിളറ്റായി, ഇത് ഡിഫറെൻറ്റ് N ആണ്. അപ്പോൾ ഇത് N+1 റൂള്, അപ്പോൾ 1+1 ഡബിളറ്റായി മാറിയില്ലേ. ഇനി HBൻ്റെ സ്റ്റാറ്റസ് നോക്കിയാലോ.
HBയുടെ സിറ്റുവേഷൻ എന്താ? HB ഞാൻ എടുത്തു കഴിഞ്ഞാൽ HBയുടെ അവസ്ഥ ട്രാൻസ് ഉണ്ടെങ്കിൽ ട്രാൻസ് ആദ്യം നമ്മൾ എടുക്കണം, കാരണം അതാണ് കപ്ലിംഗ് കോൺസ്റ്റന്റ് കൂടുതലുള്ളത്. അപ്പോൾ HB പറയുമ്പോൾ C കാരണമുള്ള ഒരു ഡബ്ലറ്റും പിന്നെന്തുണ്ട് A കാരണമുള്ള ഒരു ഡബ്ലറ്റും. സോ വാല്യൂസ് വിൽ ബി ട്രാൻസ് 16, ജെമിനൽ 4. പിന്നെ എനിക്ക് എന്തുണ്ട്, ഇനി ഞാൻ സിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. HC കാരുണ്ട്, ട്രാൻസും ഉണ്ട്, സിസ്സും ഉണ്ട്. ആദ്യം ഞാൻ ട്രാൻസ് കാരണമുള്ള ഡബ്ലറ്റ്, സിസ് കാരണമുള്ള ഡബ്ലറ്റ്. ഇനി അതിൻ്റെ വാല്യൂ ട്രാൻസ് കാരണമുള്ള 16, സിസ് കാരണമുള്ള 10. അപ്പോൾ ഈ വാല്യൂ മാച്ചിങ് ആവുന്ന ഏത് കോളമാണ് എന്ന് നോക്കിയാൽ മതി. അപ്പം ഞാൻ HAനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. HAക്ക് തന്നിരിക്കുന്നത് എന്താണ്? HAക്ക് വരേണ്ടത് എന്താ? HAക്ക് വരേണ്ടത് 10ഉം 4ഉം ആണ്. പക്ഷേ 10ഉം 4ഉം വരുന്നത് ഏതാ? ഓക്കെ, 10ഉം 4ഉം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ A എന്തായിരിക്കണം? 3 ആയിരിക്കണം. A3 വരുന്ന ഓപ്ഷൻ ഇത് കട്ട് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം, കാരണം A3 വരുന്നത് ഇത് രണ്ടും ഉള്ളൂ. പിന്നെ നമുക്കറിയാം B എടുത്തു കഴിഞ്ഞാൽ Bക്ക് വരേണ്ടത് 16ഉം 4ഉം ആണ്. അപ്പോൾ 16ഉം 4ഉം വരുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 16ഉം 4ഉം വരുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ Bക്ക് 2 തന്നെ വരണം. Bക്ക് 2 വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം Bക്ക് 1 വരാൻ പാടില്ല. സോ ദിസ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കപ്ലിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. കെമിക്കൽ ഷിഫ്റ്റ് വരുമ്പോൾ പലപ്പോഴും ക്ലോസ്ലി സിമിലർ വാല്യൂസ് വരാം. അപ്പോൾ കപ്ലിംഗ് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ തെറ്റ് കൂടാതെ എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീസെൻറ്റ് ഇയേഴ്സിൽ കാണുന്ന അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. മറ്റു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം 2026 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും സിമ്പിൾ കെമിക്കൽ ഷിഫ്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ CH3, CO, O, CH2, CH3, അതേപോലെ അതിൽ ഫിനൈൽ റിംഗ് വന്നിട്ട് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് വെച്ചിട്ട് ഏതാണെന്ന് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അതെല്ലാവർക്കും ഡൂവബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനത് നമ്മുടെ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പക്ഷേ ഈ കപ്ലിംഗ് കോൺസ്റ്റന്റ് കൺസെപ്റ്റ് വരുമ്പോൾ പലപ്പോഴും കുട്ടികൾ ചെയ്യാനൊരു പ്രയാസം പറയാറുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റീസെൻറ്റ് ഇയേഴ്സിലെ പാർട്ട് സിയിൽ തന്നെ വരുന്ന NMRലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.